നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാതിരാത്രി ക്ഷേത്രത്തിലെത്തി വസ്ത്രങ്ങൾ അഴിച്ചു കളഞ്ഞ് പൂർണ്ണ നഗ്നയായി വിഗ്രഹം എടുത്ത് കുളത്തിൽ ചാടി ജീവനൊടുക്കി. എഞ്ചിനീയറായ യുവതിയാണ് ഇത്തരത്തിൽ വളരെ ദുരൂഹത ഉണർത്തുന്ന സംഭവങ്ങൾ ചെയ്ത ശേഷം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പോലീസ് നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നതടക്കമുള്ള ചോദ്യം ഉയരുകയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതി രാത്രിയാണ് ക്ഷേത്രത്തിലെത്തിയത്. നഗ്നയായിട്ടാണ് എത്തിയത്. ശേഷം വിഗ്രഹം എടുക്കുന്നു. അതിനുശേഷം ക്ഷേത്രകുളത്തിൽ തന്നെ ചാടിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മരണത്തിന് തൊട്ടു മുൻപ് യുവതി കുളത്തിലേക്ക് കൊണ്ടുപോയെന്ന് പറയപ്പെടുന്ന ക്ഷേത്ര വിഗ്രഹം ഏതാണ്, അത് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തി തുടങ്ങി. ഹൈദരാബാദിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. തേജസ്വിനി എന്ന യുവതിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഇത് ആത്മഹത്യയാണ്. പക്ഷേ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, കാരണക്കാരുണ്ടോ, എന്ത് സാഹചര്യത്തിലാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. യുവതിയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ചും മാനസികാവസ്ഥ എന്തായിരുന്നു, മരിക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ളതിനെക്കുറിച്ചും എന്നൊക്കെ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. വിവസ്ത്രയായി സമീപത്തെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച തേജസ്വിനി അവിടെ ഉണ്ടായിരുന്ന ദേവി വിഗ്രഹമാണ് കയ്യിലെടുത്ത് അടുത്തുള്ള കുളത്തിലേക്ക് നടന്നുപോയത്. ഈ കുളത്തിൽ നിന്ന് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ വിഗ്രഹം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കേസിൽ നിർണായക തെളിവായിരിക്കാവുന്ന ഈ വിഗ്രഹം കണ്ടെത്താനായി ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ബോട്ടുകളും അത്യാധുനിക സജ്ജീകരണങ്ങളുമായി കുളത്തിൽ തിരച്ചിൽ നടത്തുകയാണ്. അന്വേഷണത്തിനോടനുബന്ധിച്ച് തേജസ്വിനിയുടെ മാതാവ് അരുണയെ പോലീസ് ചോദ്യം ചെയ്തു. യുവതി എഴുതിയതെന്ന് കരുതുന്ന മരണക്കുറിപ്പുണ്ട്. അതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്, അതിലെ വിവരങ്ങൾ എന്തൊക്കെയാണെന്നതനുസരിച്ച് നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. മാത്രമല്ല, ഇവരുടെ ഫോൺ രേഖ, സാമ്പത്തിക ഇടപാടുകൾ, യാത്രകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. യുവതി താമസിക്കുന്ന വാടക ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് ചില സംശയാസ്പദമായ വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പ്രതിദിനം 3500 രൂപ നിരക്കിൽ പ്രതിമാസ 1 ലക്ഷത്തോളം രൂപ വാടക നൽകിയാണ് ഇവർ ഈ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത്. കെട്ടിടത്തിന്റെ മുകളിലത്തെ 2 നിലകൾ ലോഡ്ജ് രൂപത്തിലാണ് പ്രവർത്തിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കെട്ടിട ഉടമകൾക്കോ മറ്റ് താമസക്കാർക്കോ ബന്ധുക്കൾക്കോ കൂടെ ജോലി ചെയ്യുന്നവർക്കോ എന്തെങ്കിലും ബന്ധം ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. മരണത്തിന് പിന്നിൽ യഥാർത്ഥ കാരണം കണ്ടെത്താൻ CCTV ദൃശ്യങ്ങളും ഫോറൻസിക് തെളിവുകളും വിശകലനം ചെയ്യുന്നുണ്ട് അന്വേഷണ സംഘം. എന്താണ് പെൺകുട്ടി ഇത്തരത്തിൽ വിചിത്രമായ ഒരു ആത്മഹത്യ, ഇങ്ങനെയൊക്കെ ചെയ്തതിന് പിന്നിലുള്ള തേജോവികാരം എന്താണ് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പോലീസ്. എന്തായാലും ഈ സംഭവം ഹൈദരാബാദിലാണ് ഉണ്ടായത്. ഇനി നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിലെ കൊല്ലം ഓയൂരിൽ നിന്ന് വരുന്നൊരു വാർത്ത, അതായത് കിണറ്റിൽ വീണാൽ പിന്നെ ജീവൻ തിരിച്ചു കിട്ടുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. വിശദമായ ആ റിപ്പോർട്ടിലേക്കും അതോടൊപ്പം തന്നെ മറ്റു ചില റിപ്പോർട്ടുകളിലേക്കും കൂടി നമുക്ക് പോകാം. കിണറ്റിൽ വീണ് 20 മണിക്കൂറിന് ശേഷം ജീവനോടെ പുറത്തു വന്നിരിക്കുകയാണ് രാധാമണി അമ്മ എന്ന വീട്ടമ്മ. കൊല്ലം ഓയൂരാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു രാത്രി മുഴുവൻ മഴയത്ത് കിണറ്റിൽ കഴിഞ്ഞു രാധാമണി അമ്മ. പൊലിക്കോട് രാഹുൽ ഭവനിൽ രാധാമണി അമ്മയാണ് ഇത്തരത്തിൽ 20 മണിക്കൂറോളം കിണറ്റിൽ കഴിയുക എന്ന് പറഞ്ഞാൽ മരണത്തെ മുഖാമുഖം കാണുക, അത് രണ്ടും സമം തന്നെയാണ്. രക്ഷപ്പെടുമോ, ആരെങ്കിലും തന്നെ രക്ഷപ്പെടുത്തുമോ, മറ്റെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള ആശങ്കകളോടെ 20 മണിക്കൂറുകൾ കിണറ്റിൽ ചിലവഴിക്കേണ്ടി വന്നു ഈ 60-കാരിക്ക്. ഒടുവിൽ അത്ഭുത രക്ഷ സംഭവിച്ചിരിക്കുകയാണ്. മുളയറച്ചാൽ വെളമാനൂർ കോണം ഭാഗത്തെ കുടുംബ വസ്തുവിലെത്തിയ ഇവർ ഇവിടെ സഹോദരന്റെ സ്ഥലത്തെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് അബദ്ധത്തിൽ വീണുപോയത്. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. എന്നാൽ ഈ വിവരം ആരും അറിഞ്ഞില്ല. നോക്കൂ, 20 മണിക്കൂറോളം ഇവർ കിണറ്റിൽ കിടന്നിട്ടും അത് ആരും അറിഞ്ഞില്ല. സ്വാഭാവികമായിട്ട് ഒരു കാണാതാകുമ്പോൾ ഒരു അന്വേഷണം ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ഈ കിണറ്റിൽ വീണു 20 മണിക്കൂറുകൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആരും ആ ഭാഗത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്തില്ല എന്നതാണ് മറ്റൊരു വശം. പിറ്റേന്ന് രാവിലെ 9:15 സഹോദരൻ രാധാകൃഷ്ണൻ സമീപത്തെ കൃഷിയിടത്തിലേക്ക് പോകുന്ന വഴിയാണ് കിണറ്റിൽ നിന്നും നിലവിളി കേൾക്കുന്നത്. ഇതുവഴി എത്തിയ സമീപവാസിയായ മണികണ്ഠനുമായി ചേർന്ന് പോലീസിനെയും അഗ്നിരക്ഷാസേനയും വിവരമറിയിക്കുകയും ചെയ്തു. 1 മണിക്കൂറിന് ശേഷം, അതായത് അഗ്നിരക്ഷാസേനയൊക്കെ എത്തി 1 മണിക്കൂറിന് ശേഷം രാധാമണി അമ്മയെ കിണറ്റിൽ നിന്നും പുറത്തെത്തിക്കുകയും ചെയ്തു. മാത്രമല്ല, വലിയൊരു അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി പോയി. ഒന്നാമത് ആ കിണറ്റിൽ വീണു. പലരും കിണറ്റിൽ വീണാൽ മരിക്കാറാണുള്ളത്. പക്ഷേ രാധാമണി അമ്മ രക്ഷപ്പെട്ടു. അത് മാത്രമല്ല, മറ്റൊരു അപകടം കൂടി മുന്നിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഇടവിട്ട് മഴ പെയ്തിരുന്നു. മഴ നനഞ്ഞാണ് രാധാമണി അമ്മ കിണറ്റിൽ കിടന്നത്. മാത്രമല്ല, ഈ മഴയത്ത് ഇടിഞ്ഞു വീഴാനുള്ള അപകടം, അങ്ങനത്തെ പല അപകടങ്ങളും മുന്നിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ തന്നെയാണ് രാധാമണി അമ്മയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. വീഴ്ചയിൽ സാരമായ പരിക്ക്
പരിക്കില്ലാത്തതിനാൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി. കിണറ്റിൽ വെള്ളം കുറവായിരുന്നു, അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അതായത് മുങ്ങി അത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിക്കപ്പെടാതിരുന്നത് കിണറ്റിൽ വെള്ളം കുറവായതുകൊണ്ടാണ്. റോഡിന് വീതി കുറവായതിനാൽ വലിയ വാഹനം അപകട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ അഗ്നിരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞില്ല. തുടർന്ന് റെസ്ക്യൂ നെറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഓട്ടോറിക്ഷയിലാണ് എത്തിച്ചത്. നെറ്റിലിരുത്തിയായിരുന്നു രാധാമണി അമ്മയെ പുറത്തേക്കെടുത്തത്. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വലിയൊരു ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശബ്ദം കേട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതായത് സഹോദരൻ ഈ കിണറ്റിൽ നിന്ന് ആ ഒരു പറമ്പിലേക്ക് വന്നപ്പോൾ കിണറ്റിൽ നിന്ന് ശബ്ദം കേട്ടു. അങ്ങനെയാണ് രാധാമണി അമ്മയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഈ പുല്ലൊക്കെ വളർന്ന് കാടായി മാറിയ അവസ്ഥയിലാണ് ഈ കിണർ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല. അങ്ങനെ കിടന്ന കിണറ്റിലാണ് അബദ്ധത്തിൽ ഇവർ വീണു പോയത്. വീഴ്ചയിൽ സാരമായി പരിക്കൊന്നും ഏറ്റില്ല. വെള്ളം കുറവായി. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ രാധാമണിക്ക് അനുകൂലമായി മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. അത്ഭുതകരമായ രക്ഷപ്പെടൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം ഇനി നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം, വേഗത്തിൽ നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഒരു മരണ വാർത്തയിലേക്കാണ്. വൈദ്യുതി മുടങ്ങിയപ്പോൾ മെഴുകുതിരി കത്തിക്കാനുള്ള ശ്രമത്തിനിടെ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. എളമക്കര സ്വദേശി മറിയം പൈലിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. 71 വയസ്സുകാരിയാണ്. സംസ്കാരം നടത്തി. തിങ്കൾ വൈകിട്ട് വൈദ്യുതി മുടങ്ങിയപ്പോൾ മെഴുകുതിരി കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് കത്തിയ മെഴുകുതിരി വസ്ത്രത്തിലേക്ക് വീണ് പൊള്ളലേറ്റു. ഇവർക്ക് വലത് കൈക്ക് സ്വാധീനം കുറവായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സഹോദരിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ എറണാകുളം ജനറൽ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. 40% പൊള്ളലേറ്റിരുന്നു. എളമക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇനി കോട്ടയത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. മക്കൾക്ക് വിഷം നൽകി ദമ്പതികൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഈ സംഭവത്തിൽ അമ്മയും മകളും മരിച്ചു. ജോസ്ന, അതുപോലെ മകൾ മരിയ തെരേസ തോമസ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ പുലർച്ചെ 5:30 മരിയ മരണത്തിന് കീഴടങ്ങിയത്. മകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിന് പിന്നാലെ വൈകിട്ട് 4 അമ്മയും മരിച്ചു. ജോസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇരുവരുടെയും സംസ്കാരം പിന്നീടാണ്. ജോബിയുടെ നിലയും അതീവ ഗുരുതരമാണ്. ഇളയ മകനും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. 4 പേരെയും കളനാശിനി കഴിച്ച് അവശനിലയിൽ വീട്ടിൽ കണ്ടെത്തുകയായിരുന്നു. ഇവരുടെ സമീപത്ത് നിന്നും കളനാശിനിയുടെ കുപ്പിയും കണ്ടെത്തി. സാമ്പത്തിക ഇടപാടുകളാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നാണ് നിഗമനം. തിങ്കളാഴ്ച ഉച്ച മുതൽ കോതനല്ലൂർ സ്വദേശിയായ ജോസ്നയുടെ സഹോദരൻ പല പ്രാവശ്യം ഇവരെ ഫോണിൽ വിളിക്കുന്നു, പക്ഷേ ഫോൺ എടുത്തിരുന്നില്ല. തുടർന്ന് വൈകിട്ട് പള്ളിയിലെ വീട്ടിലെത്തി. അപ്പോഴാണ് വീട് പൂട്ടിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 4 പേരെയും വീടിനുള്ളിൽ അവശ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിൻവാതിൽ ചവിട്ടി തുറന്ന് നാട്ടുകാരുടെ സഹായത്തോടെ 3 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലും മകനെ കുട്ടികളുടെ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. മറ്റൊരു വാർത്ത കൂടി നോക്കാം. MBBS വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ശരീരത്തിലെ പരിക്കുകൾ മരണത്തിന് 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. മൂർച്ചയില്ലാത്ത ഉപകരണം കൊണ്ട് തലയ്ക്കേറ്റ മാരകമായ ക്ഷതമാണ് മരണത്തിലേക്ക് നയിച്ചത്. നേരത്തെ ഉസ്ബെക്കിസ്ഥാനിൽ നടത്തിയ ശസ്ത്രക്രിയയും പോസ്റ്റ്മോർട്ടവും കാരണം ചില പരിക്കുകൾക്ക് മാറ്റമുണ്ടായെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി കിട്ടിയ ശേഷമായി ആയിരിക്കും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുക. ഉസ്ബെക്കിസ്ഥാനിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിനു മുൻപ് നടത്തിയ ശസ്ത്രക്രിയ റിപ്പോർട്ടും കിട്ടിയാലേ അന്തിമ അഭിപ്രായം പറയാൻ കഴിയൂ എന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സാവരിയയുടെ തലയിലേറ്റ മുറിവുകളാണ് മരണകാരണമെന്ന് ഉസ്ബെക്കിസ്ഥാനിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടെങ്കിലും ദേഹത്തുണ്ടായിരുന്ന മുറിവുകളെ പറ്റി പരാമർശിച്ചിട്ടില്ല. കഴിഞ്ഞ 4-നാണ് സാവരിയയ്ക്ക് അപകടം പറ്റിയെന്ന വിവരം സഹപാഠികൾ ഫോണിലൂടെ വീട്ടുകാരെ അറിയിച്ചത്. തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയെന്നും ജീവൻ രക്ഷിക്കാനായില്ലെന്ന വിവരവും കിട്ടുന്നു. വീട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതേസമയം പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ലാപ്ടോപ്പ് കൊണ്ട് അടിച്ചതല്ലെന്നും ക്രൂരമായ മർദ്ദനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുമുള്ള ബന്ധുക്കളുടെ സംശയം ഇതിന് ബലമേകുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ. എന്തായാലും ഉസ്ബെക്കിസ്ഥാനിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 20 ദിവസത്തിനകം കിട്ടുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വീട്ടുകാരെ അറിയിച്ചത്. കേസ് തെളിയിക്കുന്നതിനായി ആവശ്യമെങ്കിൽ നയതന്ത്ര സഹായത്തോടെ ക്രൈംബ്രാഞ്ച് സംഘത്തെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് അയക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല വീട്ടുകാർക്ക് ഉറപ്പ് നൽകി. സാവരിയുടെ സഹപാഠികളിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു തുടങ്ങി. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി സാവരിയുടെ പിലാപ്പുഴയിലെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സംഭവത്തിൽ ഹരിപ്പാട് SHOയോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടു.